റമളാൻ 26 കഴിഞ്ഞു. 27 രാവിലാണ് നാം ഉള്ളത്. ലൈലത്തുൽ ഖദർ എപ്പോഴാണെന്ന് നമുക്കറിയില്ല. എങ്കിലും റമളാനിന്റെ അവസാനത്തെ 10 പ്രത്യേകിച്ച് അതിന്റെ ഒറ്റരാവുകളിൽ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുക എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഖുതുബുൽ ഔലിയാ എന്ന് ഉലമാക്കളെല്ലാം പറഞ്ഞിട്ടുള്ള മഹൽ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഇമാം വഹീദ്ദീൻ നബവി റളിയല്ലാഹു അൻഹു. ശാഫിഈ മദ്ഹബിന്റെ പ്രഗൽഭരായ പണ്ഡിതർ. അവർക്ക് ഖുതുബുൽ ഔലിയാ എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പേര് പറഞ്ഞിട്ടുള്ളത്. ഔലിയാക്കളുടെ ഖുതുബ്. ആ മഹാനവറുകൾ തന്റെ 7ാമത്തെ വയസ്സിൽ ലൈലത്തുൽ ഖദർ കണ്ടു. എന്താണ് ലൈലത്തുൽ ഖദർ കണ്ടു എന്ന് പറയുമ്പോൾ? ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് ഒരു രാത്രിയാണ്. ആ രാത്രിക്ക് 1000 മാസത്തെക്കാൾ പുണ്യമുണ്ട്, മഹത്വമുണ്ട് എന്നാണല്ലോ. പിന്നെ ലൈലത്തുൽ ഖദർ കണ്ടു എന്ന് പറയുന്നത് എന്താണ്? ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ 7ാമത്തെ വയസ്സിൽ റമളാൻ മാസത്തിന്റെ 27ാം രാവ് താൻ ഇരിക്കുന്ന സ്ഥലത്തിന്റെ അടുത്ത് വലിയ വെളിച്ചം, വിശാലമായ വെളിച്ചം കണ്ടു. വെളിച്ചം കണ്ട് മഹാനവറുകൾ അടുത്തുള്ളവരെ വിളിച്ചുണർത്തുന്നു. പിതാവിനെയും മറ്റുള്ളവരെയും വിളിച്ചു ഉണർത്തുകയാണ്. ഉണർത്തിയപ്പോൾ ആ വെളിച്ചം അവസാനിച്ചുകൊണ്ടിരിക്കുന്നു. അല്പം അവരും കണ്ടു. എന്താണ് മകനെ നീ വിളിച്ചുണർത്തിയത്? അതാ വെളിച്ചം കണ്ടില്ലേ, വലിയൊരു വെളിച്ചം വിശാലമായി പകർന്നു എന്ന് ചോദിച്ചപ്പോ അത് അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്റെ പിതാവും അവിടെയുള്ള മറ്റു മഹാന്മാരുമെല്ലാം പറഞ്ഞു, ഹാദിഹി ഹിയ ലൈലത്തുൽ ഖദർ. ഇത് ലൈലത്തുൽ ഖദറിന്റെ അടയാളമായി അല്ലാഹു തആല കാണിച്ചു തന്നതാണ്. ഈ വെളിച്ചം ലൈലത്തുൽ ഖദറാണ് എന്നല്ല, ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ അതിന്റെ പ്രത്യേകമായ ഒരു അടയാളമായി അല്ലാഹു തആല കാണിച്ചു തന്നതാണ്. ഖുതുബുൽ ഔലിയാ ആണല്ലോ. ഔലിയാക്കളുടെ ഖുതുബ് ചെറുപ്പത്തിൽ തന്നെ വലിയ പദവി കിട്ടിയ വലിയ വലിയായ ഇമാം നബവി റളിയല്ലാഹു അൻഹു. അതാണ് ലൈലത്തുൽ ഖദർ. ഈ ലൈലത്തുൽ ഖദറിന്റെ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല വസ്ത്രം ധരിക്കും, വാസനയുള്ള അത്തർ ഉപയോഗിക്കും. അത് പഠിച്ചതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ലൈലത്തുൽ ഖദറിന്റെ ദിവസം 1000 വെള്ളി വിലയുള്ള വസ്ത്രം വാങ്ങി ധരിക്കും. അന്നത്തെ 1000 വെള്ളി, ഇന്നത്തെ അല്ല. 1000 വെള്ളി വിലയുള്ള വസ്ത്രം വാങ്ങി, കുപ്പായം വാങ്ങി ശരീരത്തിൽ ധരിക്കും. ഖുദൂ സീനതക്കും ഇൻദ കുല്ലി മസ്ജിദ്.
നിങ്ങൾ നിസ്കാരത്തിന്റെ സമയത്ത് ഭംഗിയെ എടുക്കണം, ഭംഗിയുള്ളത് സ്വീകരിക്കണം എന്ന അർത്ഥത്തിന് ഖുർആൻ പഠിപ്പിച്ചത് നിങ്ങൾ വസ്ത്രം ധരിക്കണം എന്നാണ്. വസ്ത്രം മനുഷ്യന് ഭംഗിയാണ്. എത്ര ഭംഗിയുള്ള മനുഷ്യനായാലും വസ്ത്രം ധരിച്ചിട്ടില്ലെങ്കിൽ അവന് ഭംഗിയുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് വസ്ത്രത്തിന് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത് സീനത്ത്, ഭംഗി എന്നാണ്. ഭംഗിയുള്ള, മനുഷ്യരെ ഭംഗിയുണ്ടാക്കുന്ന വസ്ത്രം ധരിക്കണം. ഇസ്ലാം അനുവദിച്ച വസ്ത്രം, ഇസ്ലാം പഠിപ്പിച്ച വസ്ത്രം. ഭംഗി എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയും ഉടുക്കുന്നതല്ല, ശരീഅത്ത് പഠിപ്പിച്ച വസ്ത്രം. ആ വസ്ത്രം നല്ല വസ്ത്രം. ബഹുമാനപ്പെട്ട തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു 1000 ദിർഹം വിലയുള്ള വസ്ത്രം ലൈലത്തുൽ ഖദറിന്റെ അന്ന് ധരിച്ചു. ലൈലത്തുൽ ഖദറിന്റെ അന്ന് എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ഖദർ ആവാൻ സാധ്യതയുള്ള രാത്രിയിൽ ധരിച്ചു. അങ്ങനെ ഇത് ഒരു വലിയ സാധനമായി, ലൈലത്തുൽ ഖദറിന് വലിയ മഹത്വമുള്ള ഒരു രാത്രിയായി ഈ ലോകത്തുള്ള ഉലമാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ എല്ലാം പരിഗണിച്ചിട്ടുണ്ട്. ഇല്ലാതിരിക്കാൻ നിവൃത്തിയുണ്ടോ? അല്ലാഹു തആല ഒരു സൂറത്ത് തന്നെ അതിനുവേണ്ടി ഇറക്കി. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ഖുർആൻ നാം അവതരിപ്പിച്ചത് ലൈലത്തുൽ ഖദറിലാണ്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. നോക്ക്, ഇവിടെ ധാരാളം മുതഅല്ലിമീങ്ങളും ആലിമീങ്ങളൊക്കെ ഉണ്ടല്ലോ. വമാ അദ്റാക മാ ഹിയ എന്ന് ളമീർ കൊണ്ട് പറഞ്ഞാൽ മതി. പക്ഷേ അവിടെ രണ്ടാമതും അല്ലാഹു ആവർത്തിക്കുന്നു, വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ എന്താണെന്നറിയുമോ? പിന്നെയും ആവർത്തിക്കുന്നു, ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. അവിടെ ഹിയ ഖൈറും മിൻ അൽഫി ശഹർ എന്ന് പറഞ്ഞാലും മനസ്സിലാവും കാര്യം. പക്ഷേ വീണ്ടും ആ പേര് അല്ലാഹു തആല എടുത്തു പറയുന്നു. അതെന്താണ്? ആ രാത്രിയുടെ മഹത്വം, ആ രാത്രിയുടെ ബഹുമാനം ജനങ്ങളെ ഹൃദയത്തിൽ ഉറക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരുമിച്ച് കൂടിയ പാപികളായ നമ്മെ എല്ലാവരെയും ലൈലത്തുൽ ഖദറിന്റെ മഹത്വം ശ്രദ്ധിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ പെടുത്തി തരുമാറാകട്ടെ. എല്ലാവരും ആമീൻ പറയാനിട്ട് ദ്വാരക്കുമ്പോ അർഹമുർ-റഹീമായ അല്ലാഹ് ഞങ്ങളെ ഈ ലൈലത്തുൽ ഖദർ സമ്പാദിക്കുന്ന കൂട്ടത്തിൽ പെടുത്തണേ അല്ലാഹ്. ആമീൻ ആമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ലൈലത്തുൽ ഖദറിൽ ഇത്രയും ജനങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടി ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, നാം മുസ്ലിംകളാണ്, നാം മുഅ്മിനുകളാണ്. മുഅ്മിനുകളും മുസ്ലിംകളും ലോകത്തിന് മാതൃകയാവണം, ലോകത്തിന് മാതൃകയാവണം. وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നു, وكذلك جعلناكم أمة وسطا. നിങ്ങളെ എല്ലാ വിധത്തിലും എല്ലാ വിഷയത്തിലും വസത്ത്, മധ്യനില സ്വീകരിക്കുന്ന ആളുകളായിട്ട്, സമുദായമായിട്ട് അല്ലാഹു തആല ആക്കി. അധികം വർദ്ധിപ്പിക്കുകയില്ല, കുറക്കുകയും ഇല്ല. എല്ലാ വിഷയത്തിലും മധ്യ നില. വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, വല്ലദീന ഇദാ അൻഫഖൂ, അവർ ചെലവഴിക്കുന്ന പക്ഷം, ഭക്ഷണത്തിന് വേണ്ടിയോ വസ്ത്രത്തിന് വേണ്ടിയോ വീടിന് വേണ്ടിയോ യാത്രക്ക് വേണ്ടിയോ മക്കൾക്കോ ഭാര്യമാർക്കോ കുടുംബത്തിനോ സ്നേഹിതന്മാർക്കോ സമ്മേളനത്തിനോ പ്രവർത്തിക്കോ ഏത് വിഷയത്തിനായാലും ഇതാ അംഫഖൂ, അവർ ചെലവഴിച്ചാൽ ലം യുസ്രിഫൂ,
അവർ അമിതമായി ചെലവഴിക്കുകയില്ല. വലം യഖ്തുറു, അവർ ഗുഡ്സാക്കി കളയുകയുമില്ല. വകാന ബൈന ദാലിക ഖവാമ, അത് രണ്ടിന്റെയും മധ്യത്തിലാണ് ചെയ്യുക എന്ന് ഖുർആൻ പറഞ്ഞു. വസ്ത്രം ധരിക്കുന്നു, വസ്ത്രം ധരിച്ച് നരിയാണിയുടെ താഴോട്ട് പോകാൻ പാടില്ല, കാലിന്റെ മുട്ടിന്റെ മേലോട്ട് പോകാൻ പാടില്ല. അപ്പൊ അവിടെയും മധ്യനില തന്നെ. ഭക്ഷണം കഴിക്കുന്നു വയറ് നിറയെ എന്ന് പറഞ്ഞാൽ അവിടെയും വയറിന്റെ ഒരു അല്പഭാഗം ഒഴിവാക്കി വെക്കണം. ആ നിലയ്ക്ക് നടക്കാൻ പാടുള്ളൂ. എന്നാൽ രോഗമുണ്ടാവൽ കുറയും. നേരെ മറിച്ച് ഒരു മണി പോലും പിന്നെ അങ്ങോട്ട് പോകാത്ത നിലക്ക് ഫിറ്റാക്കിയിട്ട് ഭക്ഷണം കഴിച്ചാൽ രോഗം വർദ്ധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു, നിങ്ങളുടെ വയറിൽ നിന്ന് ഒരു അല്പം ബാക്കി വെച്ചുകൊണ്ട് അങ്ങനെയാണ് വയറ് നിറക്കേണ്ടത്. വയറ് നിറയാന്ന് പറഞ്ഞാലും അതുപോലെ എല്ലാ വിഷയത്തിലും മിതവാദികൾ, മിതമായി പ്രവർത്തിക്കുന്നവർ, മിതമായി സംസാരിക്കുന്നവർ. ഞാനിവിടെ ഇപ്പൊ പ്രസംഗിക്കുന്നു, വലിയ വലിയ ആലിമ്യങ്ങൾ പ്രാസംഗികന്മാരിവിടെ ഉണ്ട്, ദിക്റ് എല്ലാനുണ്ട്. ഞാൻ 2 മണിക്കൂർ അങ്ങോട്ട് പ്രസംഗിച്ചാലോ എന്നെ പിടിച്ചിറക്കുകയൊന്നുമില്ല. പക്ഷേ അത് മിതമല്ല, അമിതമായി പോകും. അപ്പോ അവിടെയും മിതം വേണം, മിതത്വം പാലിക്കണം. അങ്ങനെ മിതത്വം എല്ലാ സ്ഥലത്തും. ആ മിതത്വത്തിനെതിരാണ് ഇന്ന് നാം കേൾക്കുന്ന ഭീകരതയും തീവ്രതയും. ഭീകരതയും തീവ്രതയും മിതത്വത്തിന് എതിരാണ്. അൽഹംദുലില്ലാഹ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് മാത്രമാണ് ഏത് കാലത്തും തീവ്രവാദത്തിനെതിരെ, ഭീകരതയ്ക്ക് എതിരെ ശബ്ദിച്ചിട്ടുള്ളവർ. ശബ്ദിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുകയും ചെയ്തവർ. ഒരു കാലത്തും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കളോ പ്രവർത്തകരോ ഭീകരതയിലേക്ക് ആളുകളെ നയിച്ചിട്ടില്ല, അവർക്ക് അനുവാദം കൊടുത്തിട്ടും ഇല്ല. എല്ലാ കാലത്തും ഭീകരത പാടില്ല, തീവ്രത പാടില്ല, നിങ്ങൾ മിതവാദികളാവണം എന്ന് ലോകത്തോട് പഠിപ്പിച്ചവർ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം പ്രത്യേകിച്ചും കണ്ണു തുറക്കണം, പ്രത്യേകിച്ചും നാം ശ്രദ്ധിക്കണം. ആഗോള അടിസ്ഥാനത്തിൽ ഒരു വിഭാഗം ആളുകൾ ഭീകരതയോട്, തീവ്രതയോടുകൂടെ പ്രവർത്തിക്കാൻ ഒരുങ്ങുമ്പോൾ അതാ ലോകരാഷ്ട്രങ്ങൾ മുഴുവനും ഭീകരതക്കെതിരായി ഉണരുകയും തീവ്രവാദത്തിനെതിരായി പ്രവർത്തിക്കുകയും ശബ്ദിക്കുകയും ചെയ്തിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് നേട്ടമാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം സുന്നത്ത് ജമാഅത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴും സമാധാനത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, സമാധാനത്തിന് വേണ്ടിയാണ് ജനങ്ങളെ ഉപദേശിക്കുന്നത്. കാരണം അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്നത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പഠിച്ചതാണല്ലോ, അവിടുത്തെ ജീവിത രീതിയാണല്ലോ, അവിടുത്തെ വിശ്വാസമാണല്ലോ സുന്നത്ത് ജമാഅത്ത് സ്വീകരിച്ചിട്ടുള്ളത്. അത് നാം നോക്കുമ്പോൾ നമുക്ക് കാണാം, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. ഓ ഹബീബായ നബിയേ, അഖില ലോക ചരാചരങ്ങളെയും ചിന്തിച്ചു നോക്കുമ്പോൾ അതിലെല്ലാറ്റിലും, എല്ലാ ജീവികളിലും, എല്ലാ മനുഷ്യരിലും, എല്ലാ മറ്റു വസ്തുക്കളിലുമുള്ള ഏതെല്ലാം സൽസ്വഭാവമുണ്ടോ ആ സൽസ്വഭാവത്തെ മുഴുവനും ഒരുമിച്ച് കൂട്ടി അതിന്റെ മുകളിൽ കയറിയിരിക്കുന്നത് പോലെ, അതിനെ അധീനപ്പെടുത്തിയതുപോലെ
എല്ലാ സൽസ്വഭാവവും തങ്ങൾക്ക് ഉണ്ട്. തങ്ങൾ അതിന്റെ മേലെ കയറിയിരിക്കുന്നവരെ പോലെയാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയുണ്ടായി. അത് വ്യക്തമായി മറ്റൊരായത്തിൽ പഠിപ്പിച്ചു. നിങ്ങൾ എപ്പോഴും കേൾക്കുന്നതാണ്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക. ഓ ഹബീബായ മുഹമ്മദ് നബിയെ, അങ്ങയുടെ വിനയം വല്ലാത്ത വിനയമാണ്. അവിടുന്ന് അള്ളാഹുവിന്റെ റഹ്മത്തായതുകൊണ്ട്, അഖില ലോകത്തിനും റഹ്മത്തായതുകൊണ്ട് അവിടുന്ന് വലിയ വിനയമുള്ളവരാണ്. മറിച്ച് വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക. അവിടുന്ന് ഭീകരവാദിയോ തീവ്രവാദിയോ പരിവരുത്ത കടുത്ത സ്വഭാവിയോ ആയിരുന്നു എങ്കിൽ ഇസ്ലാമിലേക്ക് ആളെ കിട്ടുമായിരുന്നില്ല, ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരുമായിരുന്നില്ല. അങ്ങനെ കടന്നു വന്നത് അങ്ങയുടെ വിനയം കൊണ്ടാണ് എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ വിനയം എന്ന് പറഞ്ഞാൽ ഭീരുത്വം എന്നല്ല അതിന്റെ അർത്ഥം. എല്ലാത്തിനും ഭീരുക്കളായി പേടിച്ച് ജീവിക്കാം, നമ്മളെ കാര്യങ്ങളൊന്നും പറയാൻ ജീവിക്കുക എന്നതിനർത്ഥമില്ല. നമുക്ക് പറയേണ്ടുന്ന കാര്യങ്ങൾ, നാം വിശ്വസിക്കുന്ന കാര്യങ്ങൾ, നാം പഠിച്ച കാര്യങ്ങൾ മിതമായ ഭാഷയിൽ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുകയും അതിലേക്ക് ജനങ്ങളെ ഉപദേശിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ അതാ വിനയത്തോടുകൂടി ജീവിക്കണം. അങ്ങനെ ഭീകരവാദത്തിനെതിരെ, തീവ്രവാദത്തിനെതിരെ ലോകമാസകലം ചടകുടഞ്ഞ് എഴുതിയേൽക്കുന്ന ഈ സമയത്ത് നാം അവരുടെ മുൻപന്തിയിൽ ഉണ്ട്. നാം ആ ഭീകരതക്കും തീവ്രതക്കും എതിരായി നിൽക്കുന്ന സമൂഹത്തിന്റെ മുൻപന്തിയിലാണ് സുന്നത്ത് ജമാഅത്ത് ഉള്ളത് എന്ന് മനസ്സിലാക്കണം. അതിന് കാരണം നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധിയാണ്. ഹൃദയത്തിന്റെ ശുദ്ധിയാവണം. ആ ശുദ്ധിക്ക് വേണ്ടിയാണ് സ്വലാത്ത്. എന്താണ് സ്വലാത്ത്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യി, തീർച്ചയായും അല്ലാഹു തആലയും അവന്റെ കോടാനകോടി മലക്കുകളും യുസല്ലൂന അലൻ നബിയ്യി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെ? അല്ലാഹു തആലയും അവന്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നു, മദ്ഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, സല്ലു അലൈഹി, നിങ്ങളും നബിതങ്ങളെ പ്രശംസിക്കുക, നിങ്ങളും നബിതങ്ങളെ മദ്ഹ് ചെയ്യുക, അവിടുത്തെ പ്രകീർത്തനങ്ങൾ നടത്തുക. വസല്ലിമു തസ്ലീമാ, നിങ്ങളുടെ സർവസ്വവും അല്ലാഹുവിന്റെ റസൂലിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക. സർവസ്വവും അല്ലാഹുവിന്റെ റസൂലിന് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തേക്കണം. നിങ്ങൾക്കൊന്നുമില്ല. നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ സമ്പത്തും എല്ലാം ആർക്ക് വേണ്ടിയുള്ളത്? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളതാണ്. അതാണ് ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഇന്ന അബി വവാലിദതി വഇർളി ലിഇർളി മുഹമ്മദിൻ മിൻകും ഫിദാഉ. ഫഇന്ന അബി വവാലിദതി, എന്റെ വാപ്പയും എന്റെ ഉമ്മയും അഥവാ എന്റെ മാതാപിതാക്കൾ, വഇർളി,
എന്റെ അഭിമാനവും ലിർളി മുഹമ്മദിൻ മിൻകും ഫിദാഉ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഭിമാനവും അവിടുത്തെ മഹത്വവും അവിടുത്തെ പ്രത്യേകതയും സംരക്ഷിക്കുന്നതിന് വേണ്ടി, നിലനിർത്തുന്നതിന് വേണ്ടി എന്റെ എല്ലാ അഭിമാനവും, എന്റെ സമ്പത്തും, എന്റെ മുതലും, എന്റെ ഭാര്യയും മക്കളും, എന്റെ മാതാപിതാക്കളും എല്ലാം അവിടത്തേക്ക് ദണ്ഡമാകുന്നു എന്ന് അർത്ഥം വരുന്ന വരികൾ ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടിയത് അതാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ആയിഷ ബീവിയുടെ പേരിൽ പറയപ്പെട്ട വ്യഭിചാര ആരോപണത്തിൽ ചെറിയ ഒരു പങ്ക് വഹിച്ചു പോയിരുന്നു. അത് ശരിയായിരിക്കാമെന്ന് പറഞ്ഞു പോയിരുന്നു. എന്നാൽ അങ്ങനത്തെ ഹസ്സാൻ ഇബ്നു സാബിത്തിനെ ആയിഷ ബീവി മദ്ഹ് ചെയ്യുന്ന സമയത്ത് ആളുകൾ ചോദിക്കുന്നു, അതല്ലയോ ആയിഷ, നിങ്ങൾക്കെതിരായി സംസാരിച്ച ആളല്ലേ ഹസ്സാൻ, പിന്നെ എന്തിനാണ് നിങ്ങൾ അദ്ദേഹത്തെ മദ്ഹ് ചെയ്യുന്നത്? മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് എന്താണെന്നറിയോ? അദ്ദേഹം തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടെന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് പറയുന്ന ആളാണ്. ആ മദ്ഹ് പറയുന്നതിൽ ഈ ഒരൊറ്റ ബൈത്ത് ഫഇന്ന അബീ വവാലിദതി വഇർളി ലിഇർളി മുഹമ്മദിൻ മിൻകും ഫിദാഉ എന്ന് പറയുന്ന ഒരൊറ്റ വരി മാത്രം മതി ഹസ്സാൻ ഇബ്നു സാബിത്തിന്റെ രക്ഷപ്പെടാൻ, അവിടത്തേക്ക് ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് പോകാൻ എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്യുക, അവിടുത്തെ പ്രശംസ നടത്തുക, പ്രകീർത്തനങ്ങൾ നടത്തുക, അതാണ് വലിയ ഇബാദത്ത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിമിസ്സലാത്തു അലൽ ഹബീബി മുഹമ്മദി വഇന്നഹാ മഖബൂലത്തുൻ ബിഗൈരി തറദ്ദുദി. റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്തിനെ അധികരിപ്പിച്ചോ, ആ സ്വലാത്ത് ഒരിക്കലും തള്ളിപ്പോവുകയില്ല. അമാലുനാ ബൈനൽ ഖബൂലി വറദ്ദിഹി ഇല്ല സ്വലാത്ത അലൽ ഹബീബി മുഹമ്മദി. നമ്മുടെ എല്ലാ അമലുകളും ഒരുപക്ഷെ സ്വീകരിക്കപ്പെടാം, ഒരുപക്ഷെ തള്ളിപ്പോകാമെന്ന നിലക്കാണ് മുഴുവൻ അമലുകളുമുള്ളത്. എന്നാൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ മേലുള്ള സ്വലാത്ത് ഒരിക്കലും തള്ളപ്പെടുകയില്ല, ഒരിക്കലും തള്ളിപ്പോകാത്ത നിലക്ക് അള്ളാഹു തആല സ്വീകരിക്കുന്ന അമലാണ് കേട്ടോ റസൂലുള്ളാഹിന്റെ മേലുള്ള സ്വലാത്ത്. അതുകൊണ്ട് സ്വലാത്തിനെ നീ വർദ്ധിപ്പിക്കണം. അത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബിന്റെ മേലുള്ള സ്വലാത്ത് ചെല്ലുകയും അള്ളാഹുവിന്റെ ഹബീബിനെ മദ്ഹ് പറയുകയും അള്ളാഹുവിന്റെ ഹബീബിനെ പ്രശംസിക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു അമൽ, അതാണ് മുഅ്മിനായ മനുഷ്യന് രക്ഷപ്പെടാനുള്ള മാർഗമെന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട്, അതിന്റെ ഏറ്റവും പ്രധാനമായ ഒരു സദസ്സാണ് ഇവിടെ നടക്കുന്ന സ്വലാത്ത് നഗർ. ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ടല്ലേ മഅദിൻ ഏറ്റവും വലിയ സ്ഥാപനമായി, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സ്ഥാപനങ്ങളിലൊന്നായി, സ്ഥാപന സമുച്ചയമായി വളർന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ തങ്ങൾ, അള്ളാഹു അവർക്കും നമുക്കും ആരോഗ്യത്തോടുകൂടി ഇസ്സത്തോടുകൂടി ദീർഘായുസ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ടവരെ, അള്ളാഹു തആല ഇങ്ങോട്ട് അയച്ചു, ഇവിടെ വന്ന് ഇരുന്ന് ഈ സ്വലാത്ത് തുടങ്ങി. ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ടല്ലേ ഈ കാണപ്പെടുന്നതെല്ലാം, ഇതിന്റെ അപ്പുറത്തും എല്ലാമുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായത്. ആരോടെങ്കിലും പിടിച്ചെടുക്കുന്നുണ്ടോ? ആരോടെങ്കിലും ബലമായി സംഭാവന വാങ്ങുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ കൊടുക്കണമെന്ന് പറയുന്നു, നല്ലവർ കൊടുക്കുന്നു, അല്ലാത്തവർ കൊടുക്കാതിരിക്കുന്നു, അല്ലെങ്കിൽ നല്ലവരിൽ ഉള്ളവർ കൊടുക്കുന്നു, ഇല്ലാത്തവർ കൊടുക്കാതിരിക്കുന്നു. ഏതായാലും മുഅ്മിനീങ്ങളുടെ സ്നേഹം
ഇതിനോട് ഉണ്ടായി അങ്ങനെ സാധുക്കളായി ഞങ്ങളൊക്കെ നടത്തുന്ന സ്ഥാപനങ്ങൾ നടക്കുന്നത്. അതാ നിങ്ങൾക്കറിയാം, ആരെയും ബലമായി പിരിവെടുക്കുന്നതായ സ്ഥാപനമല്ല. അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുകയും അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ ഖൽബ് നമ്മുടെ പ്രസ്ഥാനത്തിലേക്കും നമ്മുടെ സ്ഥാപനത്തിലേക്കും ഇട്ടുകൊടുക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഞാൻ അവസാനമായി പറയുന്നത്, നിങ്ങൾ മഅദിനു സഖാഫത്തുൽ ഇസ്ലാമിയ ഈ സ്ഥാപനത്തെ സഹായിക്കണം. അതുപോലെ എല്ലാ സ്ഥാപനങ്ങളെയും സഹായിക്കണം, എല്ലാ പ്രവർത്തനങ്ങളെയും സഹായിക്കണം. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയായ മുസ്ലിം ജമാഅത്ത്, അതുപോലെ SYS, SSF, SMA തുടങ്ങിയ സ്ഥാപനങ്ങളെയും നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിനെയും മദ്രസകളെയും എല്ലാം നിങ്ങൾ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത് വളർത്തിയെടുക്കണമെന്ന് സാദരവികമായി ഞാൻ പറയട്ടെ. സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകൾ എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ സ്ഥാപിച്ച് നമ്മുടെ കുട്ടികളെ സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ചു കൊടുക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിൽ അവരെ വളർത്തണം. അല്ലാതെ കുട്ടികളെ മറ്റെന്തെങ്കിലും പറഞ്ഞു പഠിപ്പിക്കാനുള്ള സ്ഥാപനം അല്ല മദ്രസകൾ. ആ മദ്രസ നല്ല നിലയിൽ വളർത്തിക്കൊണ്ടുപോകാൻ നിങ്ങളെല്ലാവരും ചിന്തിക്കണം, സഹായിക്കണം, പ്രവർത്തിക്കണം എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. ജാമിഅ മർക്കസ് സഖാഫത്തി സുന്നിയയുടെ 40ാം വാർഷികം റൂബി ജൂബിലി 2018 ജനുവരി 5, 6, 7 തീയതികളിൽ നടക്കുന്ന വിവരം നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നു. ഒന്ന് ഓർമ്മക്ക് മുഅ്മിനീങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കണം. അത് ഫലം ചെയ്യുമെന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മർക്കസിന്റെ റൂബി ജൂബിലി ഓർമ്മയില്ലാത്ത അറിയാത്ത ഒറ്റ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനും ഉണ്ടാവുകയില്ലെന്നാണ് എന്റെ ധാരണ. നിങ്ങളെല്ലാം അതിന്റെ വിജയത്തിന് വേണ്ടി ദുആ ചെയ്യണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ വിജയത്തിനും നമ്മുടെ സംഘടനയുടെ വളർച്ചയ്ക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയാനുള്ളത്, നമ്മുടെ ഹൃദയം പരിപൂർണമായ ശുദ്ധിയുള്ളതാവണം. അത് അഫ്ലഹ മൻ തസക്ക വദക്കറ സ്മ റബ്ബിഹി ഫസല്ല. ഹൃദയം ശുദ്ധിയായവൻ വിജയിച്ചു എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. ഹൃദയം ശുദ്ധിയാവണം. അങ്ങനെ ഹൃദയം ശുദ്ധിയാവാനുള്ള ഒന്നാമത്തെ മരുന്നാണ് റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലൽ. ആ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുകയും, രണ്ടാമത്തത് സാലിഹീങ്ങളോടുള്ള സമ്പർക്കവും സാലിഹീങ്ങളോടുള്ള ബന്ധവും വർദ്ധിപ്പിക്കുകയും ചെയ്യുക. അതാണ് ഹൃദയം ശുദ്ധിയാവാനുള്ള വലിയ മരുന്ന്. ഒരിക്കലും നാം അഹങ്കാരികളാവരുത്, ഒരിക്കലും നാം ഭീകരന്മാരാവരുത്, തീവ്രവാദികളാവരുത്. സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും സഹിഷ്ണുതയുടെയും വാഹകന്മാരായി പ്രവർത്തകന്മാരായി വളരണം. അതിന്റെ ഉപാധികളാണ് ഇതെല്ലാം ഞങ്ങൾ കാണിച്ചിരുന്നത്. ഇതിന്റെ അപ്പുറത്ത് ഞങ്ങൾക്ക് വേറെ യാതൊരു ലക്ഷ്യവുമില്ല. ഞങ്ങൾ നിങ്ങളോട് സ്വലാത്ത് ദക്റിലേക്ക് ക്ഷണിക്കുന്നതും മർക്കസിലേക്ക് ക്ഷണിക്കുന്നതും മറ്റ് സ്ഥാപനങ്ങളിലേക്ക് ക്ഷണിക്കുന്നതും നിങ്ങളെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നതും എല്ലാം ഈ മഹത്തായ ഒരു തത്വം മാത്രമാണ് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തി, ഒരിക്കലും നമ്മുടെ രാജ്യത്ത് കുഴപ്പത്തിലോ അട്ടിമറിക്കോ നമ്മുടെ ആളുകൾ, നമ്മുടെ പ്രവർത്തകർ ആരും ഉണ്ടാകാൻ പാടില്ലാത്ത വിധം ജനങ്ങളെ നന്നായി വളർത്തിയെടുക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ലോകം ഇങ്ങനെ കലങ്ങി മറിഞ്ഞ് എന്തൊക്കെയോ നടക്കുകയാണ്. 1, 2, 2, 3, 3, 4 എന്ന് വന്നിട്ട് ഇങ്ങനെ അപ്പുറവും ഇപ്പുറവും കൊലകൾ നടക്കുന്നു. ഒരു ഭാഗത്ത്, വേറൊരു ഭാഗത്ത് വെടി നടക്കുന്നു, വേറൊരു ഭാഗത്ത് വേറെ എന്തെല്ലോ നടക്കുന്നു. ഇങ്ങനെ സഹോദരങ്ങളെ, അതിൽ നിന്നെല്ലാം ലോകം രക്ഷപ്പെടാൻ വേണ്ടി നാം പ്രാർത്ഥിക്കുകയും വേണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി വാക്കുകൾ നിർത്തുന്നു. അർഹമുർ റഹീമായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഈ സദസ്സ് നിന്റെ ഹബീബായ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഉള്ള സ്വലാത്ത് ആ സ്വലാത്തിന്റെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ടതാണല്ലോ. അതുകൊണ്ട് നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. റഹ്മാനേ, ഞങ്ങൾ വലിയ പാപികളാണ്. ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പ് ചെയ്തു തരണം റഹ്മാനേ. അർഹമുർ-റഹീമേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, സ്നേഹിതന്മാർ, ഭാര്യ, സന്താനങ്ങൾ, കുടുംബങ്ങൾ, എല്ലാവരുടെ ദോഷങ്ങളും പുറത്തു തരണം റഹ്മാനേ. നീ പുറത്തു തരണം റഹ്മാനേ. അർഹമുർ-റഹീമേ,